എന്നാ പണിയെടുക്കുന്നത്? ഉച്ചക്ക് ചോറും കറിയും വേണ്ടേ? ബിരിയാണിയായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചീര നമ്മൾ ഇടുന്ന് പറിച്ചിട്ടേ ചീര തോരൻ. ഇനി അച്ഛൻ ചിക്കൻ മേടിച്ചോണ്ട് അത് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് അവിടെ പെരക്കി വെച്ച് നേരെ വെല്ലാക്കണം അത്ര ഏട്ടാ. ഇനി എന്നാന്ന് കപ്പൊക്കെ പുളിശ്ശേരി വെക്കണം. കപ്പൊക്കെ പുളിശ്ശേരി ഒക്കെ അയ്യേ അമീസ് ഇതാ പുളിശ്ശേരി വെക്കാൻ വേണ്ടി പറിച്ച കപ്പൊക്കെയാണ് പഴുത്തിട്ടാ. അയ്യോ നല്ല കറുമുറ തിന്നു. രണ്ടാമത്തെ കപ്പക്ക പുളിശ്ശേരി കപ്പക്ക പുളിശ്ശേരി അല്ലേ? പഴുത്തുപോയി. ഇതിനോട് പുളിശ്ശേരി വെക്കുക. ചേമ്പും തണ്ടുകൊണ്ട് കപ്പൊക്കെ പറിക്കാല്ലേ? അതിലും നോക്കാം. ഒരു പഴുത്ത നല്ല കപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടേ. ചിലവര് പഴുത്ത കപ്പൊക്കെ പുളിശ്ശേരി വെക്കും. ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ മധുരം. മധുരം അങ്ങനെയല്ല, കറി വെക്കുന്നതിൽ കറിയിൽ മധുരം ഒന്നും ഇഷ്ടമല്ല. കറുമുറ തിന്ന ഒന്നുകൂടി ഉണ്ട് മുറിച്ചോട്ടെ, കളയണ്ട. ഇന്നും കൂടെ മുറിച്ചോട്ടെ. എന്നല്ലേ കേട്ടോ, ഇന്ന് മതി. ചേമ്പും തണ്ടും ഇതൊരു പുളിശ്ശേരി വെക്കാം അല്ല മീസേ? ഒരു ലോലം പുളിശ്ശേരി. എന്താണ് ലോലം പുളിശ്ശേരി? എല്ലാവർക്കും പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് മോരുണ്ട് അതുകൊണ്ട് കുറച്ച് പുളിശ്ശേരി. വെള്ളരിക്ക പുളിശ്ശേരി ഞങ്ങൾക്ക് ഇഷ്ടം. വെള്ളരിക്കില്ല, വെള്ളരിക്ക തീർന്നു. ഞാൻ തിന്നിട്ടുണ്ടോ? പുളിശ്ശേരി തിന്നാ മതി, നല്ല ടേസ്റ്റാണ്. ഇതമ്മ ആക്കി ഞാൻ തിന്നിട്ടുണ്ടോ? പുളിശ്ശേരി നമ്മൾ അധികമാക്കിയത് ഞാൻ തിന്നിട്ടുണ്ടോ? നീ പിന്നെ ഇവിടെ ഉഗാണ്ടെന്ന് വന്നു. അല്ല, കപ്പൊക്കൊന്നും കാണാണ്ട് പുളിശ്ശേരി കൂട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ. നമുക്ക് ചട്ടിയിൽ അടുപ്പത്ത് വെക്കാം. ഒന്നാമത് ഗ്യാസിന്റെ ക്ഷാമല്ല, അതുകൊണ്ട് നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചിട്ട്. ഇതും പഴുക്കാനായിട്ടാ കുരു. ഇതാ അങ്ങനെ പഴുക്കാനായിന്ന് മനസ്സിലാവൂലേ? പക്ഷെ ഇതായിട്ടാ പഴുത്തിട്ടാ. മൂക്കാനായാ അങ്ങനെ മനസ്സിലാവൂല അമ്മ. കുരു വേണ്ട തിരിയില്ല, ഒരുപാട് കുരു ഉണ്ട് ഇതില്. ആടെല്ലാം വിതറ് എത്രപാട് കുരു മൂത്തിന്. കപ്പക്ക പുള്ളിക്കാരൻ നാളത്തേക്കോ മറ്റന്നാളത്തേക്കെല്ലാം ഏകദേശം ആവും. കപ്പക്കെല്ലാം മുറിച്ചിട്ട് സെറ്റാക്കാം. പിന്നെ ഇതെല്ലാം കറി പുളിശ്ശേരിയും വറവും എന്തോ കടിക്കുന്നുട്ടാ. ചിക്കൻ വെക്കാൻ വേണ്ടി ഉള്ളി മുറിക്കട്ടെ. ഇന്ന് ദുഃഖ വെള്ളിയല്ലേ, അപ്പം നമുക്കിന്ന് ഷോപ്പ് ലീവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേ. അയ്യോ പെണ്ണ് എത്തുന്നല്ല. ഈ ഉള്ളി കഷ്ണ എന്തോ എടുത്തിട്ട് ചൂളിയെല്ലാം ഞാൻ അടുപ്പിലിട്ട്. ഇനി ഉള്ളി കഷ്ണം വെച്ചാവൂല. ഉള്ളി കഷ്ണം തലയിൽ ഒരു കഷ്ണം എടുത്ത് വെച്ചാൽ മതിയല്ലോ. കഷ്ണം തലയിൽ വെച്ചാൽ കണ്ണേരിയില്ലാന്ന് പറയുന്നേക്കാം. ഇടയ്ക്കൊരു കുടിയലിന് പോയൊരു ആർത്ത അമ്മമ്മ തലയിൽ വെച്ച് ഉള്ളി ചൂളിയാണ് കേട്ടാ. നല്ല ചോണ ചീരയാണ് കേട്ടോ. ഞാൻ ചോറിൽ കിടക്കുമ്പോൾ ബീട്രൂട്ട് വറവ് പോലെ ഉണ്ടാവും. എന്താ നമുക്ക് അങ്ങേക്ക് പോകുമ്പോൾ കുറച്ച് ചീര വറുക്കാം. ഒറ്റരിക്ക വറക്കേണ്ട ചീര ഉണ്ടാവും ഇതിപ്പോൾ അല്ലേ? എന്താ ഒരു ഉള്ളിക്കഷ്ണം തലയിൽ വെച്ചിട്ടുണ്ടേ. ഉള്ളിക്കഷ്ണം തലയിൽ വെച്ചാൽ കണ്ണേരിയിലാന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് കണ്ണേരി വരുമെന്ന്. പഴമക്കാർ പറയുന്നല്ലേ. ഉള്ളിയെല്ലാം മുറിച്ച് ചിക്കൻ കറിയാക്കി കപ്പൊക്കെ പുളിശ്ശേരി വെക്കണം. ചിക്കൻ കറിയും പുളിശ്ശേരി നല്ല ടേസ്റ്റ് അല്ലേ? കണ്ണേരിയൊന്നുമില്ല കേട്ടാ,
ഇല്ലെങ്കിൽ ഉള്ളി മുറിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണിന്ന് തുരുതുരാ വെള്ളം വരും. നമ്മൾ പിന്നെ പണിക്കെല്ലാം ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഇതുപോലെയല്ലേ എന്തെങ്കിലും സ്പെഷ്യലാക്കാനോ അല്ലെങ്കിൽ പാചകം ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വെറൈറ്റിയെല്ലാം പരീക്ഷിക്കാൻ. സമയമില്ലാത്ത പ്രശ്നമില്ല. സമയം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കും. സമയമാണ് പ്രശ്നം. പച്ചമുളകെല്ലാം ഇടുന്ന് പറിച്ച് തന്നിട്ടാ. നമ്മൾ ഇക്കൊല്ലം കുറച്ച് പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോണ്ട് വലിയ കാര്യം. പറിച്ച് വെച്ചിട്ട് ചൂടിന് വാടിപ്പോയി. സിമ്പിളായിട്ട് കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കാം അല്ല അമ്മയെ? അല്ലേ നല്ലത്? ചൂടിനുള്ള ചിക്കൻ തിന്നാൻ ഭയങ്കര ചൊറയാണ്. ചൂടാണ് ചിക്കനെല്ലാം, ചൂടാണ്. കറിവേപ്പില മല്ലിയില വാങ്ങാൻ വിട്ടുപോയി. അപ്പോൾ ചിക്കൻ കറി ഇത് അടുപ്പത്ത് അകത്ത് വെച്ചിട്ടുണ്ടേ. പുളിശ്ശേരി ഇത് ചേമ്പും തണ്ടും കപ്പയ്ക്ക് അത് പുറത്തും വെച്ചാലും വേഗാവൂലേ രണ്ടടുപ്പിൽ വെക്കുമ്പോൾ അല്ലേ? സമയം 12:30 ആയിട്ടാ. വെറുതെ അമീസിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നിട്ടും വർത്താനം പറഞ്ഞിട്ട് നേരം കൂട്ടിയിട്ട് പാട് സമയം കലമ്പ് കൂടിയിട്ടും അതന്നെ ഭയങ്കര കുരുത്തക്കേടാണ്. 10-12 വയസ്സായി. പക്ഷേ 1ാം ക്ലാസ്സിലെ കുഞ്ഞിൻ്റെ കുരുത്തക്കേടാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 മാസം വെക്കേഷനല്ലേ? വെക്കേഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. കുട്ടൂസ് വരില്ലേ? കുട്ടൂസ് വരും. കുട്ടൂസിനെ ഇവിടെ വിളിച്ചു വരുത്താം. എന്നിട്ട് രണ്ടും കൂടി അടി. ദിവസം ഒരു 5-10 പ്രാവശ്യം വിളിക്കും. ഇതാ വാട നമുക്ക് കളിക്കാതെ വേമ്പാന്ന്. എന്നിട്ട് അവൻ്റെ അച്ഛൻ ഇവിടെ കൊണ്ടാക്കും. കൊണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങും അടിയും പിടിയും. പിന്നെ അടിയെല്ലാം ഉണ്ടാവൂലേ? എന്താടി ഭയങ്കര കുരുത്തക്കേട് രണ്ടാക്കും. ഒരു ഷെഡെല്ലാം കെട്ടി മണ്ണെല്ലാം കുറേ വാരി കുഴച്ച് ആച്ചാച്ചൻ്റെ പാട്ടയെല്ലാം ആക്കി അവിടെ ഭയങ്കര കുഴപ്പം. ഒരാൾ പറയുന്നത് എൻ്റെ ഷെഡ് കയറണ്ടാന്ന്, മറ്റയാൾ പറയുന്നത് എൻ്റെ ഷെഡാന്ന്. 2 മാസം കഴിച്ചോട്ടിൽ വലിയ പണി. അത് അമ്മ ജോലിക്ക് പോയാലും നമ്മ ശരിയായി. 2 മാസം എൻ്റെ ആദ്യം കേക്കാക്കാൻ തുടങ്ങി മണ്ണും കൊണ്ട്. നിങ്ങളെല്ലാം കൊണ്ടില്ലേ ഒരു കൊല്ലത്തെ അവറാണ്. കുരുത്തക്കേട് സഹിക്കാൻ പറ്റില്ല. ഇതിലും അത് സ്കൂളിൽ പോയാൽ മതി എന്ന് ഓരോ അമ്മമാരും വിചാരിക്കുന്നുണ്ട്. രാവിലെ പോയാൽ വൈകുന്നേരമല്ലേ വരുള്ളൂ. കുരുത്തക്കേട് സഹിക്കണ്ടല്ലോ. പഠിക്കുന്ന പറയുന്ന കേൾക്കണ്ടല്ലോ. പഠിക്കുന്ന എന്തിനാ നമ്മ പറയുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കേണ്ട ടൈമില്ലേ? പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പറയുന്നില്ലല്ലോ അല്ലേ? ഞാനിപ്പോൾ കേൾക്കണ്ടല്ലോ. ഇപ്പം കേൾക്കണ്ട. കുരുത്തക്കേടാണെങ്കിൽ ഞാൻ പറഞ്ഞ ട്യൂഷന് കൊണ്ട് ചേർക്കുന്നു. വേണ്ട, ട്യൂഷന് പോകണോ കുരുത്തക്കേട് കളിക്കണോ തീരുമാനിക്കാൻ പറഞ്ഞു. കുരുത്തക്കേടാണ് ട്യൂഷൻ വേണ്ട. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സമയം ഒരുപാടായി. ഞാൻ വേഗം കറി വെക്കട്ടെ. ബൈ ബൈ. ഓക്കേ.